ശാസ്താവേ, ദേവി, മൂകാംബികേ, ഭഗവതി രക്ഷിക്കണേ. അനിയനും ചേട്ടനും കൂടെ സമരം ഒത്തുതീർപ്പാക്കാനെന്നും പറഞ്ഞ് ഫാക്ടറിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇന്ന് എത്ര എണ്ണത്തിന്റെ കൈയും കാലും ഓടിയുമെന്ന് നിനക്കേ അറിയൂ. അധികം കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിക്കാതെ അവരെ ഇങ്ങ് എത്തിച്ചേക്കണേ ഭഗവതി. അനിയം ബാവേ മൂരാച്ചി, അനിയം ബാവേ മൂരാച്ചി, നിന്നെ ഞങ്ങൾ എടുത്തോളാം, നിന്നെ ഞങ്ങൾ എടുത്തോളാം. ചേട്ടൻ ബാവേ മൂരാച്ചി, ചേട്ടൻ ബാവേ മൂരാച്ചി, നിന്നെ ഞങ്ങൾ എടുത്തോളാം, നിന്നെ ഞങ്ങൾ എടുത്തോളാം. അനിയൻ ബാവയുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക, അനിയൻ ബാവയുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക, ചേട്ടൻ ബാവയുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. എന്ത് പണ്ടാരാടാ അതിലെഴുതിയിരിക്കണേ? എനിക്ക് അത് വായിക്കാൻ പറ്റണില്ല. പിന്നെ ഇതൊക്കെ വായിക്കാനല്ലേടാ നീ 3ാം ക്ലാസ് വരെ 6 കൊല്ലം പഠിച്ചത്? ആഹാ, അന്ന് ഞാൻ പഠിച്ചതേ പഴയ അക്ഷരമാണ്. ഇത് പുതിയ അക്ഷരമല്ലേ? ഈശ്വരപിള്ളേ, എന്തോ അത് വായിക്കടോ. വായിക്കാൻ. ചേട്ടൻ ബാവേ കരിങ്കാലി, നിന്നെ പിന്നെ കണ്ടോളാം. അനിയൻ ബാവയുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക, ചേട്ടൻ ബാവയുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. 4, 3, 7 പേരുള്ള ഏതെങ്കിലും പാർട്ടിയുടെ പേരും പറഞ്ഞ് സമരം ഉണ്ടാക്കുന്നതും ഗുണ്ടായിസം കാണിക്കുന്നതും നിങ്ങളല്ലടാ. ഫാക്ടറി ഞങ്ങൾ തുറക്കണില്ല. നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാലേ അങ്ങോട്ട് ചെയ്തോ. അങ്ങനെ കയറി വെല്ലുവിളിക്കല്ലേ മുതലാളിമാരെ. ഞങ്ങളുടെ നേതാക്കന്മാർ വിചാരിച്ചാലേ ഇവിടെ പലതും നടക്കും. കുറെ നേതാക്കന്മാര് വന്നിരിക്കുന്നു. ചക്രത്തിന് തൊഴിലാളികളെ ഒറ്റുകൊടുക്കുന്ന നേതാക്കന്മാര് ഉണ്ടായിരുന്നടാ. പണ്ടൊരു നേതാവ്, 10 പൈസ കൈക്കൂലി വാങ്ങിക്കാത്ത നേതാവ്, മഹാത്മാ ഗാന്ധി. കേട്ടിട്ടുണ്ടോടാ? ആ നേതാവ് പണ്ടൊരു സമരം നടത്തിയായിരുന്നു, സ്വാതന്ത്ര്യ സമരം. ആ സമരത്തിലെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു, ഓരോ കോണാനും കൊടുത്തോണ്ട്. ആ കോണകത്തിന് വരെ ഉണ്ടോ നിനക്കൊക്കെ പുല്ലുകളെ. വായേട്ടാ, മുതലാളിമാര് പ്രസംഗിച്ചു പോകാമെന്ന് കരുതണ്ട. ഇന്ന് ഈ എഗ്രിമെന്റ് ഒപ്പിട്ടില്ലെങ്കിലേ ആയുഷ്കാലം കമ്പനി പൂട്ടി തന്നെ കിടക്കും. എടാ, പൂട്ടിക്കിടന്നാലേ ഞങ്ങൾക്ക് ഇതേ ഇതാ. പക്ഷെ നീയൊക്കെ ഒരു ആയുസ് മുഴുവൻ ഈ കൊടിയും പിടിച്ചോണ്ട് ഇതിന്റെ വാതൊക്കെ നിൽക്കേണ്ടി വരും. ഓർത്തോ? വായേട്ടാ, ഒപ്പിടാതെ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്നാ പിന്നെ അതങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്കാലടാ. അതെ ചേട്ടാ, അവർക്കൊരു ആഗ്രഹമല്ലേ, നമുക്ക് അങ്ങോട്ട് സാധിച്ചു കൊടുത്തേക്കാം. നിങ്ങൾ എന്തിനാ കരഞ്ഞു വിളിച്ചോണ്ട് വന്നത്? 4 മുദ്രാവാക്യം വിളിച്ചോണ്ട് വരാമായിരുന്നില്ലേ? നിന്റെയൊക്കെ കെട്ടിയമ്മമാരുടെ ഗുണവധികാരം കൊണ്ടല്ലേ ഫാക്ടറി പൂട്ടിയത്. ഇനി അത് ജമ്മത്ത് തുറക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയരുത് കൊച്ചമ്മേ, ഞങ്ങൾ മുഴുവൻ പട്ടിണിയില്ല. ഇന്ന് പട്ടിണിയെങ്കിലും ഉണ്ട്, നാളെ അതും ഇല്ല. അനുഭവിച്ചോ കൊച്ചമ്മേ, ഞങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും മുതലാളിമാരെ കൊണ്ട് കമ്പനി തുറപ്പിക്കണം. എടി പെണ്ണേ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണമെന്നാ? എന്റെ കെട്ടിയവൻ പോലും ഞാൻ പറഞ്ഞ കേക്കത്തില്ല, പിന്നാണോ അങ്ങനെയുടെ ചേട്ടൻ? മക്കള് പറഞ്ഞ മുതലാളിമാര് കേക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പാ. ഓഹോ. അമ്മുവേ, എടി മാളു, ഒന്നിങ്ങന്നെ. ആ വരുന്നുണ്ട്. എന്താ ചെറിയമ്മേ? ദേ, നിങ്ങളെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിക്കാൻ വന്നിരിക്കുകയാണ് അവര്. നിങ്ങൾ നിങ്ങളുടെ അച്ഛന്മാരോട് ഫാക്ടറി തുറക്കാൻ പറയണമെന്ന്. ഞാൻ പറയില്ല. എന്തൊക്കെ അനാവശ്യങ്ങളാ അച്ഛനെയും വലിയച്ഛനെയും പറ്റി നാട് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്. അത് സാരമില്ല മാളു, ഇത്രയും പേര് ഇവിടെ വന്ന് പറയുന്നതല്ലേ. നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. ദേ, ചേട്ടൻ ബാവയുടെ മോള് അമ്മ വാക്ക് കൊടുത്തതാ. അച്ഛൻ വാശി പിടിച്ചാ എനിക്ക് ഈ നാട്ടില് തല ഉയർത്തി നടക്കാൻ പറ്റാണ്ടാവും. പെങ്കൊച്ചുങ്ങള് തലയിത്തിരി കുമ്പിട്ട് നടക്കണതാ നല്ലത്. ഇമാതിരി വലിയ കാര്യങ്ങളില് മോള് തലയിടണ്ട. അച്ഛൻ എപ്പോഴും പറയാറില്ലേ പഴയതൊന്നും മറക്കരുതെന്ന്. ആ പാവങ്ങള് അധ്വാനിക്കുന്നതിന്റെ ഫലമല്ലേ നമ്മളീ അനുഭവിക്കുന്നേ. എന്തോ? ഓ, ഒരു അധ്വാനക്കാര്. എടി, അധ്വാനിച്ചിരുന്നു. ഞാനും എന്റെ അനിയനും പണ്ട് അധ്വാനിച്ചിരുന്നു, ഒരുപാട്. അന്ന് ഞാനും അവനും ഓരോ തൂമ്പയും എടുത്തോണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പാടത്തിറങ്ങിയ അസ്തമിച്ച പിന്നെ കേറണേ. അതിന് കൂലി എത്രയാണെന്ന് മക്കൾക്കറിയാവാ?
8 രണ്ടു നേരത്തെ കഞ്ഞിയും. കഞ്ഞി എന്ന് പറഞ്ഞാ പിഞ്ഞാണത്തിലൊന്നുമല്ല തരണത്. മുറ്റത്ത് 2 കുഴി കുത്തി അത് 2 ഇലയും വെച്ച് അതിലാ ഒഴിച്ചു തരണത്. ആ കഞ്ഞിയിലെല്ലാം ഒതുക്കി ആ 8 ഞങ്ങൾ മിച്ചം പിടിക്കുമായിരുന്നു. ആദ്യം തുടങ്ങിയതാടി, അവിടുന്ന് ഉണ്ടാക്കിയതാടി ഇതെല്ലാം. അതേടി, ഒറ്റ ചങ്കും കരളുമായിട്ട് നിന്ന് ഞങ്ങ ഉണ്ടാക്കിയത് ഇത് മുഴുവൻ. ഇതൊന്നും ഒരുത്തന് മുമ്പിൽ ഞങ്ങ അടിയറവ് വെക്കൂല, ഒരുത്തന് മുമ്പിൽ തോക്കേയില്ല. തോക്കാൻ ഞങ്ങ പഠിച്ചിട്ടില്ലടി പെണ്ണേ. ഇങ്ങനെ വീമ്പ് പറയുന്നതിന് മുമ്പ് അച്ഛൻ ഒരു കാര്യം ഓർക്കണം. എല്ലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയാ നിങ്ങൾ ജയിക്കുമെന്നാണോ വിചാരം? സത്യം പറഞ്ഞ ഓരോ സ്ഥാപനങ്ങളായിട്ട് അടച്ചു പൂട്ടിച്ച് എല്ലാരും കൂടി അച്ഛനെയും വല്യച്ഛനെയും തോൽപ്പിക്കുക. ദേ, അച്ഛന്റെ പുന്നാര മോളായി പറയുന്നത്. മോള് പറഞ്ഞ അച്ഛൻ കേൾക്കുമെന്ന് എനിക്കറിയാം. ആ ഫാക്ടറി അങ്ങ് തുറന്നേക്ക്. എടാ കുഞ്ഞാ, എന്തോ കമ്പനി തുറക്കണമെന്ന് അവക്ക് ഒരേ നിർബന്ധം. ഇവളും അത് തന്നെയാണ് പറയണത്. ഇത്രയും നേരം തലക്ക് വെളിവ് വന്നിട്ടില്ല. മക്കൾക്കിടെ ഓരോരോ കാര്യങ്ങള് ഓരോന്നേ ഉള്ളെന്നും പറഞ്ഞ് പുന്നാരിപ്പിച്ച് തലയേക്കറ്റി വെച്ചിട്ടാണ്. പോട്ടടാ, നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ലേടാ ഈ കഷ്ടപ്പെടുന്നത്. അവരെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു നേട്ടവും നമുക്ക് വേണ്ടടാ. അവരുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് തുറക്കാടാ. ഷോ, തുറന്ന ആ ചെറ്റകളുടെ മുമ്പിൽ നമ്മ മുട്ടുകുത്തി പോലെ ആകെയില്ല ചേട്ടാ. മുട്ടുകുത്തണ്ടാ. അവന്റെയൊക്കെ നേതാക്കന്മാര് ചോദിച്ചതിലും 100 രൂപ കൂടുതൽ നമ്മക്ക് കൊടുക്കാം. അപ്പാര് ജയിക്കും? മുതലാളിമാര് ജയിക്കും. അമ്മും മാളും ഇടപെട്ടപ്പോ തന്നെ മനസ്സിലായി ഇതിങ്ങനെ വരുമെന്ന്. പോയ കാര്യം എന്തായടോ? അത് ബാവമാരുടെ കൂടെ ഡ്രൈവർ പണിക്ക് നിൽക്കാൻ ഈ നാട്ടിൽ നിന്ന് ആരും വരും തോന്നുന്നില്ല. കുട്ടികൃഷ്ണന്റെ കൈയും കാലും തല്ലി ഒടിച്ചത് ഈ നാട് മുഴുവൻ പാട്ടായി. അതവൻ പെമ്പിള്ളേരുടെ വൃത്തിയോട് കാണിച്ചിട്ടല്ലേ? അബദ്ധത്തിന് അമ്മുവിന്റെ പുറത്തൊന്ന് കൈ തട്ടിയെന്നാ കുട്ടികൃഷ്ണൻ പറഞ്ഞത്. ഇത്താരമൊക്കെ മതിയാക്ക്. ഓ. പോയ പെണ്ണുങ്ങളോട് പറ കമ്പനി തുറക്കാൻ ഞങ്ങൾ ഉത്തരവിട്ടിരിക്കുന്നെന്ന്. ശമ്പളം കൂട്ടിയിട്ടൊന്നും പറയാലോ. ആ. ഓ